നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. പപ്പടം കൊണ്ട് ഒരു കറി, പപ്പടക്കറി. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഗസ്റ്റ് ഒക്കെ പറയാതെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ കാച്ചി വെച്ച പപ്പടവും ചെറിയ വെച്ച തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാനായിട്ട്. അല്ലാതെ നമുക്ക് രാവിലെ ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പും ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള പപ്പടക്കറി ഉണ്ടാക്കുന്നതെന്ന്. പപ്പടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതായത് 3 പിടികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3-4 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണക്കമുളക് നമ്മൾ കടുക് വറക്കാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിയിട്ട് തന്നെ എടുക്കണം. പണ്ടൊക്കെ നമ്മൾ കഴുകാറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം പെസ്റ്റിസൈഡ് കണ്ടന്റ് നല്ലോണം ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം നമ്മളത് മൂപ്പിക്കുന്ന സമയത്ത് അതങ്ങ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അങ്ങ് നന്നായിട്ട് മൂത്തുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. കറിവേപ്പില ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട ഉടനെ തന്നെ ഇളക്കണം, കരിഞ്ഞു പോകരുത്, സിമ്മാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കിയിട്ടിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കിയിട്ട് ആ കറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ പപ്പടം ഇടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാകും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പപ്പടത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം പൊട്ടിച്ചിട്ട് കൊടുക്കാം. പപ്പടം നന്നായിട്ട് പൊട്ടിച്ച് ഇടണമെന്നില്ല, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടിച്ചിടാണെന്നുണ്ടെങ്കിൽ എന്ത് കറിയാണെന്ന് പോലും മനസ്സിലാവില്ല. ഞാനൊരു 3 പപ്പടമാണ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. പപ്പടം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി പപ്പടം പൊട്ടിച്ചിട്ടതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കി കൊടുക്കാം. പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മൾ പപ്പടക്കറി? ആകെ 2 മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ആണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ ഈ കറി ഉണ്ടാക്കാം. പപ്പടത്തിന്റെ ടേസ്റ്റ് നമ്മുടെ ഈ കറിയിൽ മുന്നിട്ട് നിൽക്കണം. അതായത് അരപ്പിന്റെ ടേസ്റ്റിനെ കഴിഞ്ഞും പപ്പടത്തിന്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടവും കൂടി ഇടാം. കാരണം പപ്പടത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ 3 പപ്പടമേ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് ചമ്പാച്ചോറിൻ്റെ കൂടെയോ വെള്ളച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇതിന്റെ റെസിപ്പി എനിക്ക് തന്നത് ദുബായിലുള്ള ധന്യ സുമേഷാണ്. ഇത്രയ്ക്ക് എളുപ്പത്തിൽ ഞാനൊരു കറി ഇതുവരെയ്ക്കും ഉണ്ടാക്കിയിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പൊ ധന്യക്കുട്ടി ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതിപ്പോ ന്യൂ ജനറേഷൻ കറിയൊന്നുമല്ല കേട്ടോ, കാരണം ധന്യയുടെ മുത്തശ്ശിയുടെ കറിയാണ്. ധന്യയുടെ മുത്തശ്ശി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ ധന്യക്ക് കിട്ടി, അങ്ങനെ വന്നിട്ടുള്ളൊരു കറിയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.